എല്ലാവർക്കും നമസ്കാരം. കേരള സർവീസ് റൂളിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിൻ്റെ ഭാഗമായി പാസ്സാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് കേരള സർവീസ് റൂൾസ്. 2 ബുക്കാണ് KSRന് പ്രധാനമായി ഉള്ളത്. KSR വോളിയം 1-ൽ ജനറൽ സർവീസ് കണ്ടീഷൻസിനെ കുറിച്ചും ട്രാവലിംഗ് അലവൻസിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. KSR വോളിയം 2-ൽ പെൻഷനെ പറ്റി പ്രതിപാദിക്കുന്നു. ഈ 2 പുസ്തകവും പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 2024 ജൂലൈ നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൽ കേരള സർവീസ് റൂൾസുമായി ബന്ധപ്പെട്ട് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ നോക്കാം. KSR പാർട്ട് 2 ഷാൾ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് ഫ്രം. KSR പാർട്ട് 2 ഡാഷിന് പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കും. ആൻസർ: 1 നവംബർ 1959. നവംബർ 1, 1959. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. An officer who had 45 earned leave in his credit on 1st January 2023 applied for leave without allowance for 15 days. As the officer had sufficient number of leave with allowance in his credit, earned leave was sanctioned. Action of the sanctioning authority is dash. 1/1/2023 ക്രെഡിറ്റിൽ 45 ആർജിത അവധി ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ 15 ദിവസത്തേക്ക് അലവൻസ് ഇല്ലാതെ അവധിക്ക് അപേക്ഷിച്ചു. ഉദ്യോഗസ്ഥന് മതിയായ എണ്ണം അവധിയും ക്രെഡിറ്റിൽ അലവൻസും ഉള്ളതിനാൽ ആർജിത അവധി അനുമതി നൽകുന്ന അതോറിറ്റിയുടെ നടപടി എന്താണ്? ആൻസർ: ഓപ്ഷൻ ബി, ഇറഗുലർ. Because nature of leave applied for by an officer cannot be altered at the option of the sanctioning authority. No commutation of leave shall be permitted and expiry of dash from the date of sanction of leave. ലീവ് അനുവദിച്ച തീയതി മുതൽ ഡാഷ് കഴിയുമ്പോൾ ലീവ് കമ്മ്യൂട്ടേഷൻ അനുവദിക്കില്ല. ആൻസർ: 1 year, 1 വർഷം. The maximum period of leave that may be granted to an officer under suspension is. സസ്പെൻഷനുള്ള ഒരു ഉദ്യോഗസ്ഥന് അനുവദിച്ചേക്കാവുന്ന പരമാവധി അവധി കാലയളവ്. ആൻസർ: നോട്ട് അഡ്മിസിബിൾ, അനുവദനീയമല്ല. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഡെബിറ്റഡ് അഗെയിൻസ്റ്റ് ദ ലീവ് അക്കൗണ്ട് ഓഫ്. താഴെ പറയുന്ന ലീവ് അക്കൗണ്ടിൽ നിന്ന് പ്രത്യേക വൈകല്യ അവധി ഡെബിറ്റ് ചെയ്യപ്പെടുന്നു. ആൻസർ: നോട്ട് ഡെബിറ്റ് അഗെയിൻസ്റ്റ് ദ ലീവ് അക്കൗണ്ട്. ലീവ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ടില്ല. ഇഫ് ലീവ് വിത്തൗട്ട് അലവൻസ് അണ്ടർ അപ്പൻഡിക്സ് 12A, 12B, 12C, പാർട്ട് 1 KSR is granted to an officer who has not completed probation in the entry cadre, the benefits protected include dash. എൻട്രി കേഡറിൽ പ്രൊബേഷൻ പൂർത്തിയാക്കാത്ത ഒരു ഉദ്യോഗസ്ഥന് അനുബന്ധം 12A, 12B, 12C പാർട്ട് 1 KSR പ്രകാരം അലവൻസ് ഇല്ലാതെ അവധി അനുവദിക്കുകയാണെങ്കിൽ പരിരക്ഷിക്കപ്പെടുന്ന ആനുകൂല്യങ്ങളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. ആൻസർ: റൈറ്റ് ടു റീജോയിൻ ഡ്യൂട്ടി, ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള അവകാശം. The maximum number of leave not due that may be granted to an officer at a time is dash. ഒരു ഉദ്യോഗസ്ഥന് ഒരു സമയം അനുവദിക്കാവുന്ന പരമാവധി മുൻകൂർ അവധികളുടെ എണ്ണം. ആൻസർ: 90 days, 90 ദിവസം. Paternity leave will allowed to be combined with other kind of leave except. പിതൃത്വ അവധി ഡാഷ് ഒഴികെ മറ്റ് തരത്തിലുള്ള അവധികളുമായി സംയോജിപ്പിക്കാൻ അനുവദിക്കും. ആൻസർ: LWA അണ്ടർ അപ്പൻഡിക്സ് 12A പാർട്ട് 1 KSR. An officer with no casual leave in his credit
without permission attended office late for 3 days during December. The appropriate action in such case is dash. കാഷ്വൽ ലീവ് ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ അനുമതിയില്ലാതെ ഡിസംബറിൽ 3 ദിവസം വൈകി ഓഫീസിൽ ഹാജരായി. ഇത്തരം സന്ദർഭങ്ങളിൽ ഉചിതമായ നടപടി എന്താണ്? ആൻസർ: ഡിസിപ്ലിനറി ആക്ഷൻ ഷാൾ ബി ഇനിഷ്യേറ്റഡ്. അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതാണ്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഫോർ 15 days വൈഡ് അപ്പൻഡിക്സ് 7 was allowed to be combined with earned leave for 10 days is dash. അനുബന്ധം 7 പ്രകാരം 15 ദിവസത്തേക്കുള്ള സ്പെഷ്യൽ കാഷ്വൽ ലീവ് 10 ദിവസത്തേക്ക് ആർജിത അവധിയുമായി സംയോജിപ്പിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. താഴെ പറയുന്ന ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കുക. ആൻസർ കറക്റ്റ് ഡിസിഷനാണ്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഷാൾ ബി കമ്പൈൻഡ് വിത്ത് ഓർഡിനറി ലീവ്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് സാധാരണ അവധിയുമായി സംയോജിപ്പിക്കാവുന്നതാണ്. LWA for study purpose under Rule 91A may be granted to an officer with a minimum officiating or temporary service of dash years. പഠന ആവശ്യത്തിനായി ചട്ടം 91A പ്രകാരം കുറഞ്ഞത് ഡാഷ് വർഷത്തെ താൽക്കാലിക സേവനമുള്ള ഒരു ഉദ്യോഗസ്ഥന് ലീവ് വിത്തൗട്ട് അലവൻസ് അനുവദിക്കാവുന്നതാണ്. ആൻസർ 5 years, 5 വർഷം. A government officer on appointment to the Kerala State Construction Welfare Fund Board on deputation handed over charge on 1st August 2022 afternoon and took charge under the foreign employer on 10th August 2022 forenoon. Joining time pay for the period from August 2nd 2022 to August 9, 2022 will have to be met by. കേരള സംസ്ഥാന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഡെപ്യൂട്ടേഷനിൽ നിയമനം ലഭിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഓഗസ്റ്റ് 1, 2022 ഉച്ചയ്ക്ക് ശേഷം ചുമതല കൈമാറുകയും ഓഗസ്റ്റ് 10, 2022 ഉച്ചയ്ക്ക് മുമ്പ് വിദേശ തൊഴിലുടമയുടെ കീഴിൽ ചുമതലയേൽക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 2, 2022 മുതൽ ഓഗസ്റ്റ് 9, 2022 വരെയുള്ള ജോയിനിങ് ടൈം പേ നൽകേണ്ടത് ആരാണ്? ആൻസർ ദ ഫോറിൻ എംപ്ലോയർ, വിദേശ തൊഴിലുടമ. വിച്ച് among the following deductions shall be made from subsistence allowance? താഴെ പറയുന്നവയിൽ ഏതാണ് ഉപജീവന അലവൻസിൽ നിന്ന് കിഴിവുകൾ നൽകേണ്ടത്? ആൻസർ സബ്സ്ക്രിപ്ഷൻ ടു ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം, ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ. ഇൻ ദ കേസ് ഓഫ് ആൻ ഓഫീസർ അപ്ലൈഡ് ഫോർ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻറ്റ്, the maximum earned leave that may be granted at a time shall be dash. വിരമിക്കലിന് തയ്യാറെടുപ്പിനായി അവധിക്ക് അപേക്ഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ ഒരു സമയത്ത് അനുവദിക്കാവുന്ന പരമാവധി ആർജിത അവധി. ആൻസർ 300 days, 300 ദിവസം. ഇൻ വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, accrual of earned leave to officiating officers for the first year of service is dash. അവധിക്കാല വകുപ്പിൽ സേവനത്തിൻ്റെ ആദ്യ വർഷത്തേക്ക് താൽക്കാലിക ഉദ്യോഗസ്ഥർക്ക് ആർജിത അവധി ലഭിക്കുന്നത് ഡാഷ്. ആൻസർ നോട്ട് അഡ്മിസിബിൾ, അനുവദനീയമല്ല. ആൻ ഓഫീസർ ഗോട്ട് ഇൻക്രിമെൻറ്റ് വിത്ത് ഇഫക്റ്റ് ഫ്രം November 1st, 2022. He was on leave without allowance, without medical certificate from June 1st, 2022 to July 4, 2022. When he will get the next increment? ഒരു ഉദ്യോഗസ്ഥൻ നവംബർ 1, 2022 മുതൽ ഇൻക്രിമെൻ്റ് ലഭിച്ചു. അദ്ദേഹം ജൂൺ 1, 2022 മുതൽ ജൂലൈ 4, 2022 വരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, അലവൻസ് ഇല്ലാതെ അവധിയിലായിരുന്നു. എപ്പോഴാണ് അദ്ദേഹത്തിന് അടുത്ത ഇൻക്രിമെൻ്റ് ലഭിക്കുക? ആൻസർ December 1st, 2023.
What is the number of half-pay leaves at the credit of an officer on June 30, 2023 if he ended government service on March 1st, 2010 and not availed any eligible leave? മാർച്ച് 1, 2010 സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയും അർഹമായ അവധി എടുക്കാതിരിക്കുകയും ചെയ്താൽ ജൂൺ 30, 2023 ഒരു ഉദ്യോഗസ്ഥൻ്റെ ക്രെഡിറ്റിലെ അർദ്ധവേതന അവധികളുടെ എണ്ണം എത്രയാണ്? ആൻസർ 260, 260. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു അഡാപ്റ്റീവ് മദേഴ്സ് ആസ് ചൈൽഡ് അഡോപ്ഷൻ ലീവ്? ശിശു ദത്തെടുക്കൽ അവധിയായി അഡോപ്റ്റീവ് അമ്മമാർക്ക് അനുവദിക്കാവുന്ന പരമാവധി അവധി ദിനങ്ങൾ എത്രയാണ്? ആൻസർ 180 ഡേയ്സ്, 180 ദിവസം. The refixation of pay contemplated under Rule 28A of Part 1 KSR in force prior to March 26, 2006 is restored with effect from dash. 26/3/2006 മുമ്പ് പ്രാബല്യത്തിലുള്ള പാർട്ട് 1 KSRൻ്റെ ചട്ടം 28A പ്രകാരം നിർദ്ദേശിച്ച ശമ്പളം പുനർനിർണയിക്കുന്നതിന് ഡാഷ് മുതൽ പുനഃസ്ഥാപിക്കുന്നു. ആൻസർ February 1st, 2016. The government may grant advance increment for meritorious service. The rule is dash. സുദർഹ്യമായ സേവനത്തിന് സർക്കാർ അഡ്വാൻസ് ഇൻക്രിമെൻ്റ് അനുവദിക്കാം. നിയമം ഏതാണ്? ആൻസർ റൂൾ 34 പാർട്ട് 1 KSR. നെക്സ്റ്റ് ഒരു ഫിക്സേഷനാണ്, സാലറി ഫിക്സേഷൻ പ്രോബ്ലമാണ്. ആയതിൻ്റെ വിശദമായ ക്ലാസ് വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. KSRൻ്റെ പരീക്ഷയിൽ ഒരുപാട് പേ ഫിക്സേഷൻ പ്രോബ്ലംസും ട്രാവലിംഗ് അലവൻസ് പ്രോബ്ലംസും പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസും എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്തിട്ട് അവസാനം സമയം കിട്ടുവാണെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്താൽ മതിയാകും. കാരണം നമുക്ക് പാസ് മാർക്കായിട്ട് 40% മേലെ മാർക്ക് മാത്രം മതി. ഇപ്പോൾ ഇത്രയും പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നല്ല സമയം മുഴുവൻ എളുപ്പമുള്ള ചോദ്യങ്ങൾ കണ്ടെത്താനായിട്ട് തികഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ആദ്യം തന്നെ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇത്തരം പ്രോബ്ലംസിലേക്ക് കിടക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ക്വസ്റ്റ്യൻ നമ്പർ 23. എ ഗവൺമെൻറ് സർവൻറ്റ് ബോൺ ഓൺ 1st January 1968. He will be retired from service on superannuation dash. 1/1/1968 ജനിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എപ്പോഴാണ് സൂപ്പർ അന്വേഷണിൽ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുക? ആൻസർ 31st December 2023. നെക്സ്റ്റ് ഒരു പേ ഫിക്സേഷൻ പ്രോബ്ലമാണ്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആയതിൻ്റെ വിശദമായ ക്ലാസ് വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. The maximum period of compensation leave that can be taken by a government servant in a calendar year is dash. ഒരു കലണ്ടർ വർഷത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എടുക്കാൻ കഴിയുന്ന കോമ്പൻസേഷൻ അവധിയുടെ പരമാവധി കാലയളവ്? ആൻസർ 15 ഡേയ്സ്, 15 ദിവസം. നെക്സ്റ്റ് ഒരു സാലറി ഫിക്സേഷൻ പ്രോബ്ലം ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വിശദമായ ക്ലാസ് പിന്നീട് തരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. എ ക്ലർക്ക് എൻഡേഡ് ഇൻ സർവീസ് ഓൺ 28 February 2023 forenoon. He will get his best increment on dash. 28/2/2023 ഉച്ചയ്ക്ക് മുമ്പ് ഒരു ഗുമസ്തൻ സർവീസിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന് തൻ്റെ ആദ്യ ഇൻക്രിമെൻ്റ് എപ്പോൾ ലഭിക്കും? ആൻസർ February 1st, 2024. The service book of a high school assistant who dead while in service should be retained for dash by dash. സർവീസിലിരിക്കെ മരിച്ച ഹൈസ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ സർവീസ് ബുക്ക് ഡാഷ് കാലം വരെ ഡാഷിൽ സൂക്ഷിക്കണം. ആൻസർ 25 years ഹെഡ് മാസ്റ്റർ ഓഫ് സ്കൂൾ. സ്കൂൾ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് 25 വർഷം വരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
An officer who is detained in custody on a criminal charge shall be deemed to be under suspension if the duration of the custody is dash. ക്രിമിനൽ കുറ്റം ചുമത്തി കസ്റ്റഡിയിൽ വയ്ക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയുടെ ദൈർഘ്യം ഡാഷ് ആണെങ്കിൽ സസ്പെൻഷനിലായി കണക്കാക്കും. ആൻസർ മോർ ദാൻ 48 hours, 48 മണിക്കൂറിൽ കൂടുതൽ. The period from 31st January 2022 to March 2nd 2023 will be treated as dash. 31/1/2022 മുതൽ 2/3/2023 വരെയുള്ള കാലയളവ് താഴെ പറയുന്ന രീതിയിൽ പരിഗണിക്കും. ആൻസർ 1 year 1 month 2 days. ഒരു വർഷം 1 മാസം 2 ദിവസം. A candidate who was appointed temporarily as clerk on the advice of Employment Exchange from October 1st 2020 for 179 days. Later she was appointed as clerk on 15th July 2021 on the advice of Kerala PSC in the same department and subscribed SLI and GIS. Her first increment was due on dash. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഉപദേശപ്രകാരം ഒക്ടോബർ 1, 2020 മുതൽ 179 ദിവസത്തേക്ക് താൽക്കാലികമായി ക്ലർക്കായി ഉദ്യോഗാർത്ഥി നിയമിതനായി. പിന്നീട് അതേ വകുപ്പിൽ കേരള PSCയുടെ ഉപദേശപ്രകാരം ജൂലൈ 15, 2021 ക്ലർക്കായി നിയമിതനായി. SLIയും GISഉം സബ്സ്ക്രൈബ് ചെയ്തു. അവളുടെ ആദ്യത്തെ വർധനവ് എപ്പോഴാണ്? ആൻസർ ജൂലൈ 1, 2022. 2022 ജൂലൈ 1. A head clerk on higher grade, third time bound higher grade, scale of pay of 43400 to 91200 is promoted as junior superintendent on regular basis with effect from 1st February 2022 in the same scale of pay 43400 to 91200. State the rule under which his pay is regulated. Answer Rule 30. നെക്സ്റ്റ് പേ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ഇതിൻ്റെ വിശദമായ ക്ലാസ് തുടർന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റൂൾ applicable in the fixation of pay consequent on promotion to the post carrying higher time scale of pay, the minimum of which exceeds 95600 is dash KSR Part 1. ശമ്പളത്തിൻ്റെ ഉയർന്ന സമയ സ്കെയിൽ വഹിക്കുന്ന തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിൻ്റെ ഫലമായി ശമ്പളം നിശ്ചയിക്കുന്നതിൽ ബാധകമായ നിയമം അതിലേറ്റവും കുറഞ്ഞത് 95600 കവിയരുത് എന്ന് KSR ഭാഗം 1 ഏത് റൂളിലാണ് പറയുന്നത്? ആൻസർ റൂൾ 37A. LWA up to dash days taken under provision to rule 102 part 1 KSR in continuation of maternity leave will count for pension. പ്രസവാവധിയുടെ തുടർച്ചയായി KSR ഭാഗം 1 ചട്ടം 102 പ്രകാരം ഡാഷ് ദിവസം വരെ LWA പെൻഷനായി കണക്കാക്കും. ആൻസർ 60 days, 60 ദിവസം. നെക്സ്റ്റ് പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ്, 16500. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ്, എ ഡ്രൈവർ ഇൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എൻഡേഡ് ഗവൺമെൻറ് സർവീസ് ഓൺ 1st April 2012 forenoon and retired on 31st March 2021. No unqualified period during service. ലീപ് ഇയേഴ്സ് തന്നിട്ടുണ്ട് 2016, 2020. വാട്ട് ഈസ് ദ പെൻഷൻ ഫോർ വിച്ച് ഹീ ഈസ് എലിജിബിൾ? ആരോഗ്യവകുപ്പിലെ ഒരു ഡ്രൈവർ ഏപ്രിൽ 1, 2012 ഉച്ചയ്ക്ക് മുമ്പ് സർക്കാർ സർവീസിൽ പ്രവേശിച്ച് 31 മാർച്ച് 2021 വിരമിച്ചു. സേവനവേളയിൽ യോഗ്യതയില്ലാത്ത കാലയളവ് ഇല്ല. അർഹതയുള്ള പെൻഷൻ എത്രയാണ്? ആൻസർ സൂപ്പർ ആനുവേഷൻ പെൻഷൻ.
An assistant engineer working in PWD resigned from service to take up a private employment with higher monetary benefits. Who is the officer competent to accept the resignation? പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉയർന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളുള്ള സ്വകാര്യ ജോലി ഏറ്റെടുക്കുന്നതിനായി സർവീസ് രാജിവെച്ചു. രാജി സ്വീകരിക്കാൻ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, നിയമന അധികാരി. നെക്സ്റ്റ് പേ ഫിക്സേഷൻ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 39,300. ഇതിൻ്റെ വിശദമായ ക്ലാസ് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദ മിനിമം amount of DCRG admissible to an officer who resigns from service is dash. സർവീസിൽ നിന്ന് രാജിവെക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അനുവദനീയമായ ഏറ്റവും കുറഞ്ഞ DCRG തുക എത്രയാണ്? ആൻസർ നോട്ട് അറ്റ് ഓൾ അഡ്മിസിബിൾ, ഒട്ടും അനുവദനീയമല്ല. ഫാമിലി പെൻഷൻ അറ്റ് നോർമൽ റേറ്റ് ഈസ് ഡാഷ്. സാധാരണ നിരക്കിൽ കുടുംബ പെൻഷൻ എത്രയാണ്? ആൻസർ 30% ഓഫ് ദ ബേസിക് പേ ലാസ്റ്റ് ഡ്രോൺ. അവസാനമായി പിൻവലിച്ച അടിസ്ഥാന ശമ്പളത്തിൻ്റെ 30%. The maximum period up to which family pension at a higher rate will be authorized to an officer whose date of birth is 31st May 1964 and date of retirement is 31st May 2020. ജനനതീയതി മെയ് 31, 1964 വിരമിക്കൽ തീയതി 31 മെയ് 2020 ഒരു ഉദ്യോഗസ്ഥന് ഉയർന്ന നിരക്കിൽ കുടുംബ പെൻഷൻ അനുവദിക്കുന്ന പരമാവധി കാലയളവ്? ആൻസർ മെയ് 30, 2027. The certification of disability for invalid pension in the case of gazetted officers will have to be done by dash. ഗസറ്റഡ് ഓഫീസർമാരുടെ കാര്യത്തിൽ അസാധുവായ പെൻഷനുള്ള വൈകല്യത്തിൻ്റെ സർട്ടിഫിക്കേഷൻ താഴെ പറയുന്നവയിൽ ആരാണ് ചെയ്യേണ്ടത്? ആൻസർ എ മെഡിക്കൽ ബോർഡ്. ആൻ ഓഫീസർ പ്രൊസീഡ്സ് ഓൺ ഇൻവാലിഡ് പെൻഷൻ വിത്ത് എഫക്ട് ഫ്രം 1st January 2022 his 53rd birthday when he was completed 25 years of qualifying service. In such case, maximum admissible weightage in qualifying service will be dash. 25 വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കിയ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ 53ാം ജന്മദിനമായ ജനുവരി 1, 2022 മുതൽ അസാധുവായ പെൻഷനിൽ തുടരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ യോഗ്യതാ സേവനത്തിൽ അനുവദനീയമായ പരമാവധി വെയിറ്റേജ് ഇനി പറയുന്നവയായിരിക്കും. ആൻസർ 3 years, 3 വർഷം. The ceiling for availing half-way leave preparatory to retirement dash. വിരമിക്കലിന് തയ്യാറെടുപ്പ് പകുതി ശമ്പള അവധി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിധി എത്രയാണ്? ആൻസർ നോ സെയിലിംഗ്, പരിധിയില്ല. In the case of transfers involving change of residence time admissible for a road journey of 151 km is dash. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് താമസസ്ഥലം മാറുന്ന കാര്യത്തിൽ 151 കിലോമീറ്റർ റോഡ് യാത്രയ്ക്ക് അനുവദനീയമായ സമയം എത്രയാണ്? ആൻസർ 2 days, 2 ദിവസം. നെക്സ്റ്റ് ഇൻക്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49 പേ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 40300 ആണ്. ആയതിൻ്റെ വിശദീകരണം തുടർന്നുള്ള ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 50 അതും പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ 32900. ഇതിൻ്റെ വിശദീകരണം പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 51 ആൻ ഓഫീസേഴ്സ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഈസ് 30th November 2025. After completing 25 years of qualifying service, he was permitted at his request to retire from service on 31st May 2023. What is the pension to which he is eligible for? ഒരു ഉദ്യോഗസ്ഥൻ്റെ വിരമിക്കൽ തീയതി നവംബർ 30, 2025 ആണ്. 25 വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം
മെയ് 31, 2023 സർവീസിൽ നിന്ന് വിരമിക്കാൻ അനുമതി ലഭിച്ചു. അയാൾക്ക് അർഹതയുള്ള പെൻഷൻ എന്താണ്? ആൻസർ റിട്ടയറിംഗ് പെൻഷൻ, വിരമിക്കൽ പെൻഷൻ. ദ അതോറിറ്റി ഹൂ പെർമിറ്റ്സ് ദ വോളണ്ടറി റിട്ടയർമെൻറ്റ് ഓഫ് ആൻ ഓഫീസർ ഈസ് ഡാഷ്. ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്വമേധയാ വിരമിക്കൽ അനുവദിക്കുന്ന അധികാരി ആരാണ്? ആൻസർ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, നിയമന അധികാരി. എ ഗവൺമെൻറ് സർവൻറ്റ് retired on superannuation on 31st May 2023. She has a total service of 25 years, of which the first 8 years of part-time contingent service. What is her qualifying service for pension? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മെയ് 31, 2023 സൂപ്പറാന്വേഷനിൽ വിരമിച്ചു. അവൾക്ക് മൊത്തം 25 വർഷം സേവനമുണ്ട്. ആദ്യത്തെ 8 വർഷം പാർട്ട് ടൈം സംയോജിത സേവനം. പെൻഷനുള്ള അവളുടെ യോഗ്യതാ സേവനം എത്രയാണ്? ആൻസർ 21 ഇയേഴ്സ്, 21 വർഷം. പെൻഷനെ കുറിച്ചുള്ള ചോദ്യമാണിത്. KSR വോളിയം 2 റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നതാണ്. An officer with qualifying service 15 years retired from service on 31st December 2022. His average emolument for pension is rupees 32000. What is his monthly pension? പെൻഷനെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി 8000. ഇതിൻ്റെ വിശദീകരണം നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നൽകുന്നതായിരിക്കും. What is the form in which application for nomination for payment of arrears of pension is to be submitted? പെൻഷൻ കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള നാമനിർദ്ദേശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട ഫോം ഏതാണ്? ആൻസർ ഫോം നമ്പർ 16. KSR വോളിയം 2 റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നതാണ്. Average emolument for pension is calculated on the basis of the basic pay drawn for the last dash months of service. അവസാനത്തെ ഡാഷ് മാസ സേവനത്തിൻ്റെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷനുള്ള ശരാശരി വേതനം കണക്കാക്കുന്നത്. ആൻസർ 10 മാസത്തെ. ദ മിനിമം സർവീസ് റിക്വയർഡ് ഫോർ സൂപ്പറാന്വേഷൻ പെൻഷൻ ഈസ് ഡാഷ്. സൂപ്പറാന്വേഷൻ പെൻഷന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സേവനം എത്രയാണ്? ആൻസർ 9 years 1 day, 9 വർഷം 1 ദിവസം. ദ മാക്സിമം ലിമിറ്റ് ഓഫ് DCRG ഫ്രം 1st April 2021 ഈസ് റുപ്പീസ് ഡാഷ്. ഏപ്രിൽ 1, 2021 മുതൽ DCRGയുടെ പരമാവധി പരിധി ഡാഷ് രൂപയാണ്. ആൻസർ 17 lakhs, 17 ലക്ഷം. ഏറ്റവും പുതിയ പേ റിവിഷനുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ഈ ചോദ്യപേപ്പർ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ അതെല്ലാം ഒന്ന് കണ്ണോടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് പെൻഷൻ ദാറ്റ് ക്യാൻ ബി കമ്മ്യൂട്ടഡ്? ഇളവ് ചെയ്യാവുന്ന പരമാവധി പെൻഷൻ തുക എത്രയാണ്? ആൻസർ 40%, 40%. The pension ceases to be payable if it remains undrawn for more than dash years. ഡാഷ് വർഷത്തിൽ കൂടുതൽ പെൻഷൻ പിൻവലിക്കാതെ തുടരുകയാണെങ്കിൽ പെൻഷൻ നൽകുന്നത് അവസാനിപ്പിക്കും. ആൻസർ 3 വർഷങ്ങൾക്ക് കൂടുതൽ. മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ in the case of superannuation pension if the application for commutation is made dash. ഡാഷ് കമ്മ്യൂട്ടേഷനായി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ സൂപ്പറാന്വേഷൻ പെൻഷൻ്റെ കാര്യത്തിൽ പെൻഷൻ കമ്മ്യൂട്ടേഷനായി മെഡിക്കൽ പരിശോധന ആവശ്യമില്ല. ആൻസർ വിത്തിൻ 1 year ഓഫ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. വിരമിക്കൽ തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ. When an employee is allowed to retire from service while in leave not due, the retirement will be effective from. മുൻകൂർ അവധിയിലുള്ള സമയത്ത് ഒരു ജീവനക്കാരനെ സർവീസിൽ നിന്ന് വിരമിക്കാൻ അനുവദിക്കുമ്പോൾ വിരമിക്കൽ ഡാഷ് മുതൽ പ്രാബല്യത്തിൽ വരും. ആൻസർ ഡേറ്റ് ഓഫ് കോമൻസെൻമെൻറ്റ് ഓഫ് ലീവ്, അവധി ആരംഭിക്കുന്ന തീയതി മുതൽ.
The minimum qualifying service required for a pensioner for the admissibility of death cum retirement gratuity. ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റിയുടെ DCRGയുടെ സ്വീകാര്യതയ്ക്കായി ഒരു പെൻഷൻകാരന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ യോഗ്യതാ സേവനം എത്രയാണ്? ആൻസർ 5 years, 5 വർഷം. A pensioner commuted a portion of his pension for the first time after retirement when he is 60 years of age. Commutation factor is 9.81. The commuted portion of pension will be restored after a period of dash. പെൻഷനെ സംബന്ധിക്കുന്ന പ്രോബ്ലമാണിത്. ഇവിടെ ആൻസറായി വരുന്നത് 10 years ആണ്. ഇതിൻ്റെ വിശദീകരണം തുടർന്ന ക്ലാസ്സുകളിൽ നമ്മൾ നൽകുന്നതായിരിക്കും. The fraction of less than a half year will be rounded to the next completed year for the calculation of qualifying service for dash. ഡാഷിനു വേണ്ടി യോഗ്യതാ സേവനം കണക്കാക്കുന്നതിനായി അരവർഷത്തിൽ താഴെയുള്ള ഭാഗം അടുത്ത പൂർത്തിയായ വർഷത്തിലേക്ക് റൗണ്ട് ചെയ്യും. ആൻസർ ബോത്ത് A and B ആണ്. മാക്സിമം സർവീസ് ഫോർ പെൻഷൻ, മിനിമം സർവീസ് ഫോർ പെൻഷൻ, ഇവ രണ്ടും ശരിയാണ്. Who is authorized to issue pension payment order? പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നൽകാൻ ആർക്കാണ് അധികാരം? ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ. For commutation of DCRG, 32 years and 1 day should be reckoned as. DCRG കണക്കാക്കുന്നതിന് 32 വർഷവും 1 ദിവസവും ഡാഷായി കണക്കാക്കും. ആൻസർ 33 years, 33 വർഷമായിട്ട് കണക്കാക്കും. ടെർമിനൽ സറണ്ടർ ഓഫ് ഏൺ ലീവ് ഈസ് ഇൻഅഡ്മിസിബിൾ ഫോർ ഡാഷ്. ആർജിത അവധിയുടെ സറണ്ടർ ഇനി പറയുന്നവയ്ക്ക് അനുവദനീയമല്ല. ആൻസർ റിസൈഗ്നേഷൻ, രാജി. എ റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയി ഡൈഡ് ഓൺ July 16, 2023. ഹിസ് ഫാമിലി വിൽ ഗെറ്റ് ഫാമിലി പെൻഷൻ ഫ്രം ഡാഷ്. വിരമിച്ച സർക്കാർ ജീവനക്കാരൻ ജനുവരി 16, 2023 മരിച്ചു. എന്നു മുതലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കുടുംബ പെൻഷൻ ലഭിക്കുക? ആൻസർ February 1, 2023. നെക്സ്റ്റ് കാൽക്കുലേഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ്, 399752. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നൽകുന്നതായിരിക്കും. Future good conduct shall be an implied condition of every grant of pension. Quote the rule. ഭാവിയിലെ നല്ല പെരുമാറ്റം ഓരോ പെൻഷൻ അനുവദിക്കുന്നതിൻ്റെയും പരോക്ഷമായ നിബന്ധനയിലായിരിക്കണം. നിയമം ഉദ്ധരിക്കുക. ആൻസർ റൂൾ 2 KSR പാർട്ട് 3. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊന്നും നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. KSRൻ്റെ പുസ്തകം പരീക്ഷയ്ക്ക് കൊണ്ടുപോവുക. അവിടെ ഈ ഓപ്ഷനിൽ നൽകിയിട്ടുള്ള റൂളുകളെല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ ഏത് റൂളിലാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന കോട്ടുള്ളത് നോക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. The liabilities of an employee should be quantified and intimated to him before retirement if possible or after retirement within a period of dash. ഒരു ജീവനക്കാരൻ്റെ ബാധ്യതകൾ കണക്കാക്കുകയും സാധ്യമെങ്കിൽ വിരമിക്കലിന് മുമ്പോ റിട്ടയർമെൻറ്റിന് ശേഷം ഡാഷ് കാലയളവിനുള്ളിലോ അയാളെ അറിയിക്കുകയും വേണം. ആൻസർ 3 years, 3 വർഷം. If the withhold increment could not be given effect before the retirement, the monetary value equivalent to the amount of increment may be recovered from the dash of the employee. റിട്ടയർമെൻറ്റിന് മുമ്പ് തടഞ്ഞു വെച്ച ഇൻക്രിമെൻറ്റ് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇൻക്രിമെൻറ്റിൻ്റെ തുകയ്ക്ക് തുല്യമായ പണമൂല്യം ജീവനക്കാരൻ്റെ ഡാഷിൽ നിന്ന് വീണ്ടെടുക്കാം. ആൻസർ DCRG. Allowance granted in deserving cases to an employee dismissed for misconduct is dash. മോശം പെരുമാറ്റത്തിൻ്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരന് അർഹമായ കേസുകളിൽ ഡാഷ് അലവൻസ് അനുവദിക്കും. ആൻസർ കോമ്പാഷനേറ്റ് അലവൻസ്. പീരീഡ് ഓഫ് സർവീസ് ഓഫ് എ ഫുൾ ടൈം കണ്ടിൻജൻറ്റ് എംപ്ലോയി അബ്സോർബ്ഡ് ഇൻ റെഗുലർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൗണ്ട് ഫോർ പെൻഷൻ ഡാഷ്. ഒരു മുഴുവൻ സമയ കണ്ടിൻജൻറ്റ് ജീവനക്കാരൻ്റെ സേവന കാലയളവ് സാധാരണ സ്ഥാപനത്തിൽ ഉൾപ്പെടുന്നു. പെൻഷനായി കണക്കാവുന്നത് എത്രയാണ്?
ആൻസർ 50%, 50%. DCRG admissible to the family of an employee who dead in the 4th year of service. സേവനത്തിൻ്റെ 4ാം വർഷത്തിൽ മരിച്ച ജീവനക്കാരൻ്റെ കുടുംബത്തിന് അനുവദനീയമായ DCRG. ആൻസർ 6 times emolument at the time of death. If an officer on tour is provided with free boarding and lodging, the rate of DA admissible will be dash. ടൂറിലുള്ള ഉദ്യോഗസ്ഥന് സൗജന്യ ഭക്ഷണവും താമസവും നൽകുകയാണെങ്കിൽ അനുവദനീയമായ DA നിരക്ക്. ആൻസർ 1/4 DA. If an officer dies while in service, the period within which the deceased officer's family has to claim travelling allowance to perform journey to his home or to any other place they wish to get reside is dash. സർവീസിലിരിക്കെ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയാണെങ്കിൽ മരിച്ച ഉദ്യോഗസ്ഥൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കോ അവർ താമസിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ യാത്ര ചെയ്യാൻ യാത്രാ അലവൻസ് ക്ലെയിം ചെയ്യേണ്ട കാലയളവ് എത്രയാണ്? ആൻസർ 3 months, 3 മാസം. The daily allowance admissible for intermediate halts beyond 200 kilometers when the journey is performed in a department vehicle. ഒരു വകുപ്പ് വാഹനത്തിൽ യാത്ര നടത്തുമ്പോൾ 200 കിലോമീറ്ററിനപ്പുറം ഇൻ്റർമീഡിയറ്റ് ഹാൾട്ടുകൾക്ക് അനുവദനീയമായ ദൈനംദിന അലവൻസ് എത്രയാണ്? ആൻസർ half DA. In connection with the performance of official duty, an officer had to stay in another place at a distance of 20 kilometers from the headquarters for 14 days. How will you calculate the admissible DA? ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ മറ്റൊരു സ്ഥലത്തേക്ക് 14 ദിവസം താമസിക്കേണ്ടി വന്നു. അനുവദനീയമായ DA എങ്ങനെ കണക്കാക്കും? ആൻസർ ഫുൾ DA ഫോർ ഫസ്റ്റ് 10 days പ്ലസ് 3/4 ഫോർ ബാലൻസ് 4 days. ആദ്യത്തെ 10 ദിവസത്തേക്ക് മുഴുവൻ DAയും ബാക്കി 4 ദിവസത്തേക്ക് 3/4 DAയും. Officers were deputed for training to any city outside Kerala. Full rate for DA for halt is admissible for first dash. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും നഗരത്തിലേക്ക് പരിശീലനത്തിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള DAയുടെ മുഴുവൻ നിരക്കും ആദ്യത്തെ ഡാഷിന് അനുവദനീയമാണ്. ആൻസർ 30 ദിവസത്തേക്ക് 30 days. What is the daily allowance admissible to grade 2A officer at Trivandrum who was deputed for training at a place within 8 kilometers for a period of 10 days from 1st February 2023? 1/2/2023 മുതൽ 10 ദിവസത്തേക്ക് 8 കിലോമീറ്ററിനുള്ളിൽ ഒരു സ്ഥലത്ത് പരിശീലനത്തിനായി നിയോഗിക്കപ്പെട്ട തിരുവനന്തപുരത്ത് ഗ്രേഡ് 2A ഉദ്യോഗസ്ഥന് അനുവദനീയമായ ദൈനംദിന അലവൻസ് എത്രയാണ്? ആൻസർ DA നോട്ട് അഡ്മിസിബിൾ. ഈ 8 കിലോമീറ്ററിനുള്ളിലുള്ള കാര്യങ്ങൾക്കൊന്നും ട്രാവലിംഗ് അലവൻസ് അനുവദനീയമല്ല, DA അനുവദനീയമല്ല. An officer working in the regional office of a department in the 4th floor of Vikas Bhavan was transferred to its district office housed in the 2nd floor of the same building and relieved on the afternoon September 3rd, 2022. When should he join the new office? വികാസ് ഭവൻ്റെ 4ാം നിലയിൽ ഒരു വകുപ്പിൻ്റെ റീജിയണൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ അതേ കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ഓഫീസിലേക്ക് സ്ഥലം മാറ്റുകയും 3/9/2022 ഉച്ചയ്ക്ക് ശേഷം മോചിപ്പിക്കുകയും ചെയ്തു. എപ്പോഴാണ് അദ്ദേഹം പുതിയ ഓഫീസിൽ ചേരേണ്ടത്? ആൻസർ September 5, 2022 forenoon. Who among the following is not a member of the family while claiming transfer TA? ട്രാൻസ്ഫർ TA ക്ലെയിം ചെയ്യുമ്പോൾ ഇനി പറയുന്നവരിൽ ആരാണ് കുടുംബത്തിലെ അംഗമല്ലാത്തത്? ആൻസർ
പാരൻസ് ഓഫ് ദ ഓഫീസർ, ഓഫീസറുടെ മാതാപിതാക്കൾ. ദ അഡീഷണൽ ഡെയിലി അലവൻസ് എൻടൈറ്റിൽഡ് ടു ആൻ ഓഫീസർ വെൻ ട്രാവലിംഗ് ഇൻ ക്ലാസ് ഫസ്റ്റ് ഹില്ലി ട്രാക്സ്. 1-ാം ക്ലാസ് മലയോരത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന് അർഹമായ അധിക ദൈനംദിന അലവൻസ് എത്രയാണ്? ആൻസർ 25% ഓഫ് ദ ഓർഡിനറി റേറ്റ്, സാധാരണ നിരക്കിൻ്റെ 25%. ദ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ആൻ ഓഫീസർ ഈസ് എൻടൈറ്റിൽഡ് ടു ട്രാവലിംഗ് അലവൻസ് ഫോർ ദ ജേർണി ടു ആൻഡ് ഫ്രം ദ പ്ലേസ് അറ്റ് വിച്ച് ഹി അപ്പിയേഴ്സ് ഫോർ ആൻ ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ. നിർബന്ധിത വകുപ്പ് തല പരീക്ഷയ്ക്ക് ഹാജരാകുന്ന സ്ഥലത്തേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കാവുന്ന പരമാവധി തവണ യാത്ര അലവൻസ് എത്രയാണ്? ആൻസർ 2. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡെയിലി അലവൻസ് പേയബിൾ ടു ആൻ എംപ്ലോയി ഓഫ് ബേസിക് പേ 39300 വൈൽ ട്രാവലിംഗ് ഓർ ഹാൾട്ടിംഗ് ഇൻസൈഡ് ദ സ്റ്റേറ്റ് ഓൺ 1 ജനുവരി 2022? 1/1/2022 സംസ്ഥാനത്തകത്ത് യാത്ര ചെയ്യുമ്പോഴോ നിർത്തുമ്പോഴോ അടിസ്ഥാന ശമ്പളം 39,300 രൂപയുള്ള ഒരു ജീവനക്കാരന് നൽകേണ്ട പ്രതിദിന അലവൻസ് നിരക്ക് എത്രയാണ്? ആൻസർ 500. ഇതിൻ്റെ വിശദീകരണം നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നൽകുന്നതായിരിക്കും. When an officer is transferred from one station to another in public interest, the journey time allowed will include how many days of preparation? പൊതു താൽപ്പര്യം കണക്കിലെടുത്ത് ഒരു ഉദ്യോഗസ്ഥന് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ അനുവദിക്കുന്ന യാത്രാ സമയത്തിൽ എത്ര ദിവസത്തെ തയ്യാറെടുപ്പ് ഉൾപ്പെടും? ആൻസർ 6 days, 6 ദിവസം. മാക്സിമം ഡേയ്സ് ദാറ്റ് ക്യാൻ ബി അലൗഡ് ടു ആൻ എംപ്ലോയി ആസ് ജോയിനിങ് ടൈം ഈസ് ഡാഷ്. ജോയിനിങ് സമയം എന്ന നിലയിൽ ഒരു ജീവനക്കാരന് അനുവദിക്കാവുന്ന പരമാവധി ദിവസങ്ങൾ എത്രയാണ്? ആൻസർ 30 days ഇൻക്ലൂഡിംഗ് സൺഡേയ്സ്, ഞായറാഴ്ചകൾ ഉൾപ്പെടെ 30 ദിവസം. ആൻ ഓഫീസർ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം ആലപ്പുഴ ടു മലപ്പുറം ഇൻ April 2022. He was drawing a basic pay of ₹70,000 at the old station. What is the maximum weight of personal effects that he can bring to the new station by claiming transportation charges? ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ള പ്രോബ്ലം ആണിത്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി 3000 കിലോഗ്രാം ആണ്. ഇതിൻ്റെ വിശദീകരണം തുടർന്നുള്ള ക്ലാസ്സുകളിൽ നൽകുന്നതായിരിക്കും. When 2 out-station journeys are performed within 24 hours but in 2 calendar days, the absence from headquarters will be considered as dash. 24 മണിക്കൂറിനുള്ളിൽ 2 ഔട്ട്സ്റ്റേഷൻ യാത്രകൾ നടത്തുമ്പോൾ എന്നാൽ 2 കലണ്ടർ ദിവസങ്ങളിൽ ആസ്ഥാനത്ത് നിന്നുള്ള അഭാവം ഇനി പറയുന്ന രീതിയിൽ പരിഗണിക്കപ്പെടും. ആൻസർ 1 day, ഒരു ദിവസം. A person advised by the PSC had to travel from Kozhikode to Thiruvananthapuram to join duty on first appointment. Is he eligible for TA? PSC ഉപദേശിച്ച ഒരാൾക്ക് ആദ്യ നിയമനത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അയാൾക്ക് TA അർഹതയുണ്ടോ? ആൻസർ he is not eligible for TA to join first appointment. ആദ്യമായിട്ട് ഒരാൾ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അയാൾക്ക് TA അർഹതയുണ്ടാകില്ല. അതാണ് അവർ ചോദിച്ചത്. ടെമ്പററി ട്രാൻസ്ഫർ മീൻസ് എ ട്രാൻസ്ഫർ ടു ഡ്യൂട്ടി ഇൻ അനദർ സ്റ്റേഷൻ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ടു ബി ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് ഡാഷ്. താൽക്കാലിക ട്രാൻസ്ഫർ എന്നാൽ മറ്റൊരു സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലേക്ക് സ്ഥലം മാറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്. അത് ഡാഷിൽ കവിയാത്ത കാലയളവിൽ. ആൻസർ 2 months, 2 മാസം. എ ജേർണി ഓൺ ട്രാൻസ്ഫർ വിൽ ബി ഹെൽഡ് ടു ബിഗിൻ ഫ്രം ഓർ എൻഡ് അറ്റ് ഡാഷ്. ട്രാൻസ്ഫർ യാത്ര ഡാഷ് ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യും. ആൻസർ റെസിഡൻസ് ടു റെസിഡൻസ്, താമസ സ്ഥലം മുതൽ താമസ സ്ഥലം വരെ. ദ ട്രാവലിംഗ് അലവൻസ് അഡ്വാൻസ് ഇഫ് അലോവഡ് ഫോർ ദ ജേർണി ഓഫ് ആൻ ഓഫീസർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് റെസ്ട്രിക്റ്റഡ് ടു ഡാഷ്. റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ഉദ്യോഗസ്ഥൻ്റെ യാത്രയ്ക്ക് അനുവദിക്കുകയാണെങ്കിൽ
യാത്രാ അലവൻസ്, അഡ്വാൻസ് ഇനി പറയുന്നവയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആൻസർ 75% ഓഫ് ട്രാവലിംഗ് അലവൻസ്. യാത്രാ ഭത്തയുടെ 75%. കൺവേയൻസ് അലവൻസ് ക്യാൻ ബി ഡ്രോൺ ഡ്യൂറിങ് ഡാഷ്. ഗതാഗത അലവൻസ് ഡാഷ് സമയത്ത് എടുക്കാം. ആൻസർ ആബ്സെൻസ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ്. ഹെഡ് ക്വാർട്ടേഴ്സിലെ അസാന്നിധ്യം. When an officer is placed under suspension while on leave without allowance dash. അലവൻസ് ഇല്ലാതെ അവധിയിലായിരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആൻസർ ലീവ് വിൽ നോട്ട് ബി ക്യാൻസൽഡ് ആൻഡ് വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ സബ്സിസ്റ്റൻസ് അലവൻസ്. അവധി റദ്ദാക്കില്ല, ഉപജീവന അലവൻസിന് അർഹത ഉണ്ടായിരിക്കുകയുമില്ല. ഡയസ്നോൺ പീരീഡ് ഷാൾ ബി കൗണ്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡാഷ്. ഡയസ്നോൺ കാലയളവ് ഡാഷ് ആവശ്യത്തിനായി കണക്കിലെടുക്കും. ആൻസർ ഹാഫ് പേ ലീവ്, പകുതി ശമ്പള അവധി. ആൻ ഓഫീസർ ഓൺ എനി ലീവ് വിത്ത് അലവൻസ് ഈസ് എലിജിബിൾ ഫോർ ഹൗസ് റെൻറ്റ് അലവൻസ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് ഡാഷ്. അലവൻസ് ഉള്ള ഏതെങ്കിലും അവധിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് പരമാവധി ഡാഷ് കാലയളവിലേക്ക് വീട്ടുവാടക അലവൻസിന് അർഹതയുണ്ട്. ആൻസർ 180 days, 180 ദിവസം. ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ടു ഡിസ്ചാർജ് ദ കറൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് എ പോസ്റ്റ് ഹാസ് ടു പെർഫോം ദ ഫോളോയിങ് ഫങ്ഷൻസ് ഓഫ് ദ പോസ്റ്റ്. ഒരു തസ്തികയുടെ നിലവിലെ ചുമതലകൾ നിർവഹിക്കാൻ നിയമിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആ തസ്തികയുടെ ഇനി പറയുന്ന പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ആൻസർ വർക്ക്സ് ഓഫ് റുട്ടീൻ നാച്ചർ ഇൻ റെസ്പെക്ട് ഓഫ് ദാറ്റ് പോസ്റ്റ്. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട പതിവ് പ്രവൃത്തികൾ. അപ്പോൾ ഇത്രയാണ് KSRൻ്റെ ലോവർ പരീക്ഷയ്ക്ക് 2024 ജൂലൈയിൽ ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇതിലൊരു 20-25% പ്രോബ്ലംസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് നമ്മൾ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം ആദ്യം തന്നെ കണ്ടെത്തിയിട്ട് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. ഒരു 40% മേലെ നമ്മൾക്ക് ഉത്തരം എഴുതി കിട്ടുവാണെങ്കിൽ നമ്മളൊരു സേഫ് സ്കോറായി മാറിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ടഫ് ക്വസ്റ്റ്യൻസിലേക്കെല്ലാം പ്രോബ്ലമാറ്റിക് ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.